വിശപ്പിന്റെ വില കല്ലുകൊണ്ട് അടയാളപ്പെടുത്തുകയാണ് ഗുരുവായൂരിലെ തെരുവിന്റെ സന്തതികൾ. സൗജന്യമായി ഉച്ചഭക്ഷണം ലഭിക്കാൻ വരി നിൽക്കുന്നതിന് പകരമാണ് കല്ലുകൾ നിരത്തിയുള്ള ഈ അടയാളപ്പെടുത്തൽ. KV സുബൈർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ 2 വർഷത്തിലധികമായി ദിവസവും 30 പേർക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. ഇതിനായി കൈരളി ജംഗ്ഷനിൽ പ്രത്യേക ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. 104 അംഗങ്ങളാണ് അസോസിയേഷനിൽ ഉള്ളത്. അംഗങ്ങളുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും പിറന്നാളോ ഓർമ്മദിനമോ വന്നാൽ അവരുടെ വകയാണ് പൊതിച്ചോറ് നൽകുന്നത്. പ്രവാസി കൂടിയായ ക്ലബ് അംഗം ജോസഫ് ബാബുവാണ് ആശയം മുന്നോട്ട് വെച്ചത്. ഭാരവാഹികളും മറ്റംഗങ്ങളും മറിച്ചൊന്നും ആലോചിക്കാതെ സമ്മതം മൂളി. പിന്നെ ഒട്ടും താമസിച്ചില്ല. ജീവകാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022 ഏപ്രിൽ 25 മുതൽ പൊതിച്ചോറ് നൽകി തുടങ്ങി. പിന്നീടുള്ള ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് നടന്നുവരുന്നുണ്ട്. കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലിൽ നിന്നാണ് ദിവസവും ഭക്ഷണം കൊണ്ടുവരുന്നത്. രാവിലെ 11-നും 11:30-നും ഇടയിൽ കൃത്യമായി ബോക്സിൽ 30 പൊതിച്ചോറ് കൊണ്ടുവന്നു വയ്ക്കും. കൃത്യം 11:30-ന് അസോസിയേഷൻ ഭാരവാഹികളെത്തി പൊതിച്ചോറെടുത്ത് ആവശ്യക്കാർക്ക് നൽകും. ഭക്ഷണം ലഭിക്കാനായി മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആവശ്യക്കാർ സ്ഥലത്ത് തമ്പടിച്ചിരിക്കും. ആദ്യമെത്തുന്നവർ ഒരു കല്ലെടുത്ത് ബോക്സിനടുത്ത് വയ്ക്കും. പിന്നീട് വരുന്നവരും ഈ പാത പിന്തുടരും. സ്ഥാനമുറപ്പിച്ചാൽ സമീപത്തുള്ള കടവരാന്തകളിൽ ഊഴം കാത്തിരിക്കും. മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ തേടിയാണ് ഈ കല്ല് നിരത്തൽ. ഭൂരിഭാഗവും പ്രായമായവരാണ് ഭക്ഷണം തേടിയെത്തുന്നത്. സ്ത്രീകളും കൂട്ടത്തിലുണ്ട്. ജാതിമത ഭേദമന്യേയുള്ളവരുടെ വിശപ്പകറ്റാൻ ഈ പദ്ധതി പ്രയോജനകരമാണെന്ന് ഹെൽത്ത് കെയർ പ്രസിഡന്റ് R. ജയകുമാർ പറഞ്ഞു. ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് 2022 ഏപ്രിൽ 25-നാണ് ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറ് എന്ന പേരിൽ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇന്നേക്ക് 800 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ പദ്ധതി. ഒരു ദിവസം മുടങ്ങാതെ സാധുക്കളായിട്ടുള്ള വയോധികർക്കും വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾക്കും അന്നം കൊടുത്തു വരികയാണ് ഈ പദ്ധതി പ്രകാരം. വളരെ ഉപകാരപ്രദമാണ് അവരെ അതിൻ്റെ മാലിന്യങ്ങൾ കളയുന്നത് പോലും നഗരസഭയുടെ നിബന്ധനകൾ ഉൾക്കൊണ്ടാണ് മാലിന്യ നിർമ്മാർജ്ജനം പോലും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏറെ ഉപകാരപ്രദമായ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്ലബിലെ എല്ലാ അംഗങ്ങളുടെ സഹായവും സഹകരണവും കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. 100 കണക്കിന് പേരാണ് ക്ഷേത്രനഗരിയിൽ തെരുവിൽ കഴിയുന്നത്. ഭൂരിഭാഗം പേർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടാണ് ആശ്രയം. എന്നാൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നതിനാലാണ് അവശരായവർ ഹെൽത്ത് കെയറിൽ എത്തുന്നത്. രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചാണ് ഇവർ ഉച്ചഭക്ഷണത്തിന് വരി നിൽക്കുന്നത്. രാത്രിയിൽ പലപ്പോഴും പട്ടിണിയായിരിക്കും. സുമനസുകൾ കനിഞ്ഞാൽ രാത്രിയിലെ പട്ടിണിയും അകറ്റാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ.